ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സീപോർട്ട് എയർപോർട്ട് റോഡിൽ അപകടം. IOCയുടെ ഇരുമ്പനം പ്ലാന്റിൽ നിന്ന് ഇന്ധനം നിറച്ചിറങ്ങിയ ടാങ്കർ ലോറി കാക്കനാട് ഭാഗത്തേക്ക് 200 മീറ്ററോളം നീങ്ങിയപ്പോഴാണ് അപകടം. കാക്കനാട് ഭാഗത്തു നിന്ന് തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് കാലിയായി വരികയായിരുന്നു ടൂറിസ്റ്റ് ബസ്. ഇതിനിടയിൽ ഇടവഴിയിൽ നിന്ന് പെട്ടെന്ന് കയറി വന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിന് കാരണമായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഓട്ടോ ഡ്രൈവർക്കും ബസ് ഡ്രൈവർക്കും സഹായിക്കും ടാങ്കർ ലോറി ഡ്രൈവർക്കും പരിക്കേറ്റു. ഗുരുവായൂരിലേക്ക് ഇന്ധനവുമായി പോകുകയായിരുന്നു ലോറി. നിറയെ ഇന്ധനമുണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. ഇരു വാഹനങ്ങളിലെയും ഡ്രൈവർമാർ ഉള്ളിൽ കുടുങ്ങിപ്പോയത് ഫയർഫോഴ്സിന് വെല്ലുവിളിയായി. ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഇരുവരെയും പുറത്തെടുത്തത്. രണ്ടുപേർക്കും കാലിനെ പറ്റിയാണ്, ഓട്ടോറിക്ഷക്കാരന് തലയ്ക്ക് പറ്റിയാണ്. ഇന്ധനം നിറച്ച വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ സുരക്ഷ കൂടി മുമ്പോട്ട് കരുതേണ്ടിയിരുന്നു. ഞങ്ങളത് ചെയ്തിട്ടുണ്ടായി. ഒരു സ്പാർക്ക് ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായി. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ രണ്ട് സ്ഥലത്തും ഒരേപോലെ ജാമായിരിക്കുന്ന സംഭവം അപൂർവമാണ്. അതായത് ഒരാളെ സാധാരണ ഉണ്ടാകാറുള്ളൂ. ഇതിപ്പോൾ ഇടിച്ച വണ്ടിയിൽ രണ്ട് സ്ഥലത്തും ആൾക്കാർ നിൽക്കുകയാണ്. അപ്പോൾ ആളുകളുടെ നല്ല സഹകരണം ഉണ്ടായിരുന്നു. ലോറി പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് തള്ളി നീക്കി തൊട്ടടുത്ത പമ്പിലെത്തിച്ച് ഇന്ധനം കാലിയാക്കി. അപകടത്തെ തുടർന്ന് സീപോർട്ട് എയർപോർട്ട് റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം കുരുങ്ങി. പരീക്ഷയ്ക്ക് പോകാനെത്തിയ വിദ്യാർത്ഥികളെ ഹിൽ പാലസ് പോലീസ് റോഡിന് മറുവശത്തെത്തിച്ച് വിവിധ സ്വകാര്യ വാഹനങ്ങളിൽ കയറ്റിവിടുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.